ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി ഇന്ന് ജാസ്മിന്. സംഭവം മറ്റൊന്നല്ല, എല്ലാ ആഴ്ചയും വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് ജാസ്മിൻ അവിടെ ഫയറിംഗ് കിട്ടാറുണ്ട്. ഇത്തവണ ഫയറിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്കും ജാസ്മിനും ഗബ്രിക്കും അങ്ങനെ നിരത്തി പിടിച്ച് എല്ലാവരും ഫയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ലാലേട്ടൻ അത് സൗമ്യമായിട്ട് വിടുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവിടെ ഒരു കാര്യത്തിന് ലാലേട്ടൻ അവിടെ ചോദിച്ചു, ഡെൻ റൂമിന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചു ലാലേട്ടൻ. അവിടെ ഡെൻ റൂമിലുള്ള ആൾക്കാർ ജിൻഡോയും ജാസ്മിനും അൻസിബയുമാണ്. അൻസിബയുടെ ബെഡില് അവിടെ ആ പുതപ്പ് മാത്രമേ ഉള്ളൂ മടക്കി വയ്ക്കാതെ മോശമായിട്ട് കിടക്കുന്നത്. പക്ഷെ ജിൻഡോയുടെയും ജാസ്മിന്റേതുമാണ് അവിടെ ഏറ്റവും കൂടുതൽ കിടന്നിരുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ജാസ്മിന്റേതാണ് എന്ന് അൻസിബ അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ഇങ്ങനെയാണോ റൂം നോക്കേണ്ടത്? ഇതാണോ നിങ്ങളുടെ നീറ്റ്നെസ്? ഇതാണോ വൃത്തി? ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വരുന്ന സമയത്ത് റൂം ഇടുന്ന കോലം ഇതാണോ? പ്രേക്ഷകർ കാണുന്ന ഷോ ആണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു. ആ സമയത്ത് അൻസിബ അവിടെ പറഞ്ഞു, ജാസ്മിന്റെ ഡ്രസ്സുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എന്ന് പറഞ്ഞു. അത് ജാസ്മിൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ജാസ്മിൻ, അല്ല അൻസിബ, എന്റെ ഡ്രസ്സ് മാത്രമേ കണ്ടുള്ളൂ, എന്റെ അവിടെ 2-3 ജോഡി ഡ്രസ്സേ കിടക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ കിടക്കുന്നത് ജിൻഡോന്റെ ആണെന്നുള്ള രീതിയിൽ ജാസ്മിൻ അവിടെ സംസാരിച്ചു. പിന്നെ ലാലേട്ടൻ ചോദിച്ച സമയത്ത് ലാലേട്ട എന്നുള്ള ആ വിളി ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടൻ പറഞ്ഞു, മോഹൻലാൽ ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്തോ ഇഷ്ടക്കേടുള്ള മാതിരിയാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് മറുപടി പറയുന്നത്. ഞാൻ ചോദിച്ചതിൽ എന്താണ് തെറ്റ്? അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലെന്നോ? ഞാൻ ചോദിച്ചത് എന്തോ തെറ്റാണെന്നുള്ള രീതിയിൽ മറുപടി പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ജാസ്മിന്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു. എന്തായാലും ജാസ്മിനെ നല്ല ഫയറിംഗ് കിട്ടി. ബാക്കിയുള്ള എല്ലാവരോടായിട്ടും പറഞ്ഞു റൂമുകൾ കൃത്യമായി നീറ്റായി ഇടണം എന്നുള്ളത്. അടുത്ത വീക്ക് മുതൽ ക്യാപ്റ്റൻ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നും ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞു. എന്തായാലും ഒരാഴ്ച വരുന്ന സമയത്ത് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ജാസ്മിൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് അവിടുന്ന് വഴക്ക് കിട്ടും. ഇത്തവണ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ലാലേട്ടൻ. അതെന്താണെന്ന് അറിയില്ല. ബിഗ് ബോസ് ടീം മൊത്തത്തിൽ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊന്നും തന്നെ സീരിയസ് ആയിട്ട് അവിടെ എടുത്തുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ജാസ്മിന്റെ ഈ ഒരു വിഷയം മാത്രം ചോദിച്ചുകൊണ്ട് ജാസ്മിനെ ഫയർ ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്.